ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജീവന്റെ ലക്ഷണമാണ് പ്രതികരണശേഷി. പ്രതികരണമില്ലെങ്കിൽ നാം നിർജീവമായിരിക്കും. ദൈവജനത്തിൻ്റെ ശൈലി അടിമത്വത്തിൻ്റെ ശൈലിയല്ല, വിമോചനത്തിൻ്റെ ശൈലിയാണ്. ദൈവം പ്രതികരണങ്ങളുടെ ദൈവമാണ്. മോശയെ ദൈവം വിളിക്കുന്നത് ജനത്തിൻ്റെ നിലവിളിയോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണമായിട്ടാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ ഒന്നാമത്തെ തൻ്റെ അടയാളം തന്നെ അടയാളങ്ങളുടെ ആരംഭത്തിനു വേണ്ടി ക്രമീകരിച്ച ഒരു കാര്യപരിപാടിയായിരുന്നില്ല. ഒരു ഭവനത്തിൻ്റെ ആവശ്യത്തോടുള്ള തമ്പുരാൻ്റെ പ്രതികരണമായിരുന്നു അത്. കുരിശിൽ കിടക്കുമ്പോഴും അടുത്ത് കിടക്കുന്ന കള്ളൻ്റെ യാചനയോട് പർദീസ നൽകി പ്രതികരിച്ച കർത്താവ് തൻ്റെ ഈ ലോക ജീവിതത്തെ ജീവൻ്റെ ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്തത്. കുഴിയിലേക്ക് വീണ ഒരാളോട് പലരും പ്രതികരിച്ച ഒരു കഥയുണ്ട്. ഒരാൾ കാലുതെറ്റി ആഴമുള്ള കുഴിയിലേക്ക് വീണു. വഴിയെ പോയ ഒരു പുരോഹിതനോട് അയാൾ സഹായം അഭ്യർത്ഥിച്ചു. പുരോഹിതൻ അയാളെ അനുഗ്രഹിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോവുകയാണുണ്ടായത്. മണിക്കൂറുകൾക്ക് ശേഷം ഒരു ഡോക്ടർ അതിലെ വന്നു. അദ്ദേഹത്തോടും സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ഡോക്ടർ ചെയ്ത സഹായം എന്തെന്നോ, അകന്നു നിന്ന് അയാളുടെ മുറിവുകൾ നോക്കി മരുന്നുകൾക്കായി ഒരു കുറിപ്പ് എഴുതി കൊടുത്തു. ഒടുവിൽ വന്നത് തീരെ പരിചയമില്ലാത്ത അപരിചിതനായിരുന്നു. അയാളോടും സഹായം അഭ്യർത്ഥിച്ചു. അതു കേട്ട മാത്രയിൽ അയാൾ കുഴിയിലേക്ക് ചാടിയിറങ്ങി ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി. ഒടുവിൽ വന്ന ഈ മനുഷ്യനാണ് കുഴിയിൽ വീണവന് രക്ഷകനായത്. ഇത്തരം പ്രതികരണശേഷിയുള്ളവരെയാണ് സഭയ്ക്കും സമൂഹത്തിനും ആവശ്യം. ഇങ്ങനെയുള്ളവർ ജീവനുള്ളവരും മറ്റുള്ളവരെ സമൃദ്ധമായ ജീവനിലേക്ക് നയിക്കുന്നവരുമായിരിക്കും. നാം ദൈവരാജ്യത്തിനായി പണിയപ്പെടേണ്ട ജീവനുള്ള കല്ലുകളാണെന്ന് മറക്കരുത്. 1 കൊരിന്ത്യർ 1:18. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.